കഴിഞ്ഞ 2 ദിവസമായിട്ട് സ്ഥലത്തില്ലായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് ഇന്നലെ എത്തിയത് രാത്രി വളരെ താമസിച്ചാണ്. ആ യാത്രാ ക്ഷീണമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ 2 ദിവസമായിട്ട് എനിക്ക് വീഡിയോയിലൊന്നും വരാൻ പറ്റിയില്ല. അത് കുറേ പേർക്കെങ്കിലും ഒരു ആശ്വാസമായിരിക്കും, ഞാനൊന്നും വിളിച്ച് പറയുന്നില്ലല്ലോ എന്ന്. അപ്പോൾ അതുകൂടെ തീർന്നങ്ങ് പറഞ്ഞേക്കാം. നമ്മുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, അതായത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് തന്നെ പറയാം, ശ്രീ രാഹുൽ ഗാന്ധി കോൺഗ്രസ് ആസ്ഥാനത്ത് നടത്തിയ ഒരു പത്രസമ്മേളനമുണ്ട്. ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞേക്കുന്ന പല കാര്യങ്ങളുണ്ട് കേട്ടോ. വോട്ട് കൊള്ളയുടെ അതിൻ്റെ ആ മാഗ്നിറ്റ്യൂഡ് എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം ഹരിയാനയിലെ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ വരുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ BJP അത് ഒരു 2ാം സ്ഥാനത്ത് പോലും അവിടെ എത്തത്തില്ല എന്നൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. കാര്യം അതുപോലെ തന്നെയാണ് അവിടുത്തെ കർഷകരെന്നൊക്കെ പറയുന്നവർ തെരുവിൽ കിടക്കുകയും ഒരുപാട് അടി തല്ലുകൊള്ളുകയും അതുപോലെ തന്നെ ഒരുപാട് പേര് അതിൽ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ആ കർഷക സമരമൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം ഉണ്ടായ ഒരു ഇലക്ഷനാണ് ഹരിയാനയിലെ. അപ്പോൾ ന്യായമായിട്ടും യഥാർത്ഥത്തിൽ ഹരിയാനയിലെ ഈ ഇലക്ഷനിൽ ഒരു കാരണവശാലും BJPക്ക് കടന്നുകൂടാൻ പറ്റില്ല എന്നുള്ളൊരു ഒരു ഒരു കാഴ്ചപ്പാടായിരുന്നു മാധ്യമങ്ങൾ നടത്തിയ സർവേയിലും എല്ലാം തെളിഞ്ഞത്. പക്ഷേ ഒരു 2 പേര് BJPയുടെ നേതാക്കൾ വലിയ പ്രസ്താവനയും നടത്തി. അതിനുള്ള സാങ്കേതികത്വമൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് BJPക്ക് ജയിക്കാൻ. ശരിയാണ്, സാങ്കേതികത്വമുണ്ട്, അതാണ് നടന്നത്. വേറൊരു മഹാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്ന് പോലും വോട്ടർമാരെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ചിട്ട് ഞങ്ങൾ വോട്ട് ചെയ്യിപ്പിക്കും. അത് ഞങ്ങളുടെ കഴിവാണ്, ഞങ്ങൾ ജയിക്കുന്നത് അങ്ങനെയാണ്. ഇതൊക്കെ ജനങ്ങളോട് പറയാൻ കൊള്ളാവുന്ന കാര്യമാണെന്ന് അദ്ദേഹം തന്നെ ചിന്തിക്കട്ടെ, ഞാനൊന്നും പറയുന്നില്ല. എനിക്കിഷ്ടപ്പെട്ട ഒരാളായതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല അതിനെക്കുറിച്ച്. ഇനി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ, അപ്പം അതിന് മുമ്പ് തന്നെ രാഹുൽ ഗാന്ധി ഇത് ചൂണ്ടിക്കാണിക്കും എന്നുള്ളത് വന്നപ്പോൾ തന്നെ നമ്മുടെ UPയിലെ മുഖ്യമന്ത്രി അദ്ദേഹം വലിയൊരു പ്രസ്താവന നടത്തി കേട്ടോ. വലിയ കണ്ടുപിടുത്തമാണ് നടത്തിയത്. മഹാത്മാഗാന്ധി എന്ന് പറയുന്നുണ്ട്, അങ്ങനെ ഗുണമുണ്ട്, അദ്ദേഹത്തെ ഓർക്കുന്നുണ്ടല്ലോ. അങ്ങനെങ്കിലും 3 കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. ആ കുരങ്ങന്മാർക്ക് പകരമാണ് ഇപ്പോൾ ഉള്ള 3 കുരങ്ങന്മാർ എന്ന് പറഞ്ഞിട്ട്, 1 പപ്പു കുരങ്ങൻ്റെ പേര്, 2 അക്കു, 2 ടക്കു, അതായത് തേജസ്വി യാദവിനെ ഉദ്ദേശിച്ചാണ്, 3 അക്കു അഖിലേഷ് യാദവിനെ ഉദ്ദേശിച്ചാണ്. ഏതായാലും പപ്പു, ടക്കു, തക്കു, ഈ അക്കു ഇതൊക്കെ പറഞ്ഞ് ടക്കു ഗക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനുഷ്യരെ കണ്ണിൽ പൊടിയിടാൻ പറ്റുമോ? പിന്നെ പറ്റും ഇവർക്ക്. കാരണം ഇത്രത്തോളം തെളിവോടുകൂടി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളുണ്ട് ആ പത്രസമ്മേളനത്തിൽ. പക്ഷേ അത് വേണമെന്നുണ്ടെങ്കിൽ പറയും അത് പപ്പു ആയതുകൊണ്ട് പറയുന്നതാണെന്ന് പറയും കേട്ടോ. അതിന് കിരൺ റിജ്ജു അതിനൊരു മറുപടി പറഞ്ഞേക്കുന്നത് വളരെ വിചിത്രമായതാണ്. വിദേശങ്ങളിലൊക്കെ പോയി ഇന്ത്യയെ ആക്ഷേപിക്കും ആര്? രാഹുൽ ഗാന്ധി. എന്നുവെച്ചാൽ അയാൾ സത്യം വിളിച്ച് പറയുന്ന ആ പ്രശ്നം ഇവർക്ക് ആക്ഷേപിക്കും. ഇവിടെ ചെറുപ്പക്കാരെയല്ലേ ചിന്താക്കുഴപ്പം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ചെറുപ്പക്കാരൊക്കെ നരേന്ദ്രമോദിയോടൊപ്പമാണ്. ആയിക്കോട്ടെ, ഇപ്പം ഇത് ഇയാളെ പപ്പു എന്ന് വിളിക്കുന്നതിന് മുമ്പ് സ്വന്തം ബോധമുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഈ പറയുന്നവന്മാർക്ക് സ്വയമായിട്ട് ബോധമുണ്ടോ എന്നുള്ള ഒന്ന് ചിന്തിക്കണം. അയാൾ പപ്പുവും കിപ്പുവൊന്നും അല്ല, അയാൾ അന്തസ്സായിട്ട് പഠിച്ച് ശരിയായിട്ട് വർക്ക് ചെയ്താണ് ഇവിടെ കൊണ്ടുവന്ന് ഈ സമ്മേളനം നടത്തിയത്. അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാം, അത് അവിടെ ഹരിയാനയിൽ ഇരട്ട വോട്ടുകളെന്ന് പറയുന്നത് ഏതാണ്ട് 5,21,619 ഇരട്ട വോട്ടുകൾ ഉണ്ടായി. അതേപോലെ തന്നെ അത് ഡ്യൂപ്ലിക്കേറ്റ്, അതുപോലെ തന്നെ വ്യാജ വിലാസം കൊടുത്തേക്കുന്നത്. വ്യാജവിലാസം എന്നൊക്കെ പറഞ്ഞാൽ 0 വീട്ടുപേര് 0 ഇട്ടാൽ മതി. എത്ര 0 വേണമെങ്കിലും, ചിലയിടത്ത് 0,0, ചിലയിടത്ത് 0,0,0. ഇതൊക്കെയാണ് വീട്ടുപേര്. അവിടെ ഇട്ടാ എന്ന് വെച്ചാൽ അത് വീടില്ലാത്തവർക്കാണ്, റോഡിൽ കിടന്ന് ഉറങ്ങുന്നവന്മാർക്കുള്ള വോട്ടാണെന്നാണ് പറഞ്ഞേക്കുന്നത്. എളുപ്പമുള്ള കാര്യമല്ലേ പറയാം. 93,179 വ്യാജ വിലാസം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 19,26,351 ബൾക്ക് വോട്ട് എന്ന് പറഞ്ഞാൽ ഓരോ വീട്ടിലൊക്കെ 10-100 വോട്ടുകളാണ് ഓരോ നമ്പറിൽ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അത് നേരത്തെ ഗോപാലകൃഷ്ണൻ പറഞ്ഞായിരിക്കും, ചിലപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ട് വന്നതായിരിക്കും. ചിലപ്പോൾ UPക്കാരെ കൊണ്ടുവന്നിട്ട്, UPയിലെ BJPക്കാരെ കൊണ്ടുവന്നിട്ട്
ഹരിയാനയിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തി വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണോ ജനാധിപത്യം എന്ന് പറയുന്നത്? ചിന്തിക്കേണ്ട കാര്യമല്ലേ അത്? പക്ഷേ വേറെ കാര്യമുണ്ട്, ഇവർക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ അങ്ങനെ ആകെ വ്യാജ വോട്ടുകളെന്ന് പറയുന്നത് എത്രയെന്ന് പറയും? 25,41,144 വ്യാജ വോട്ടുകളാണ് മൊത്തം കൂടെ വന്നേക്കുന്നത്. അപ്പോൾ ഇത് പറയാനായിട്ട് ഇത് ശരിയായ രീതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു ബ്രസീലിയൻ ഫോട്ടോഗ്രാഫറുണ്ട്, വളരെ പ്രശസ്തനാണ്, മത്തിയാസ് ഫെറോര എന്ന പറയുന്ന ബ്രസീലിയൻ ഫോട്ടോഗ്രാഫർ അവിടെ ഒരു ബ്രസീലിയൻ മോഡലിൻ്റെ ഒരു ചിത്രം പകർത്തിയിട്ടുണ്ട്. ഒരു സൗന്ദര്യമുള്ള ഒരു സ്ത്രീയുടേതാണ്, മോഡലാണ്, ബ്രസീലിയൻ മോഡലാണ്. ആ ചിത്രം രാഹുൽ ഗാന്ധി പ്രദർശിപ്പിച്ചിട്ട് കാണിച്ചു കൊടുത്തു. പല പേരുകളിൽ അവർ 22 തവണ അവരുടെ പേരിൽ 10 ബൂത്തുകളിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മുഴുവൻ കള്ളവോട്ടാണെന്നുള്ളതിന് ഒരു സംശയമായിട്ട് ഒരു ബ്രസീലിയൻ മോഡലിൻ്റെ ഫോട്ടോ അതിനി കിടന്നുകൊണ്ട് ഉരുണ്ടിട്ട് ആ ഫോട്ടോ ഒക്കെ അങ്ങനെ വന്ന് കാണുക. അത് ഫോട്ടോയിൽ വന്ന തെറ്റായിരിക്കും, പക്ഷെ ഞങ്ങൾ യഥാർത്ഥ ആളുകൾ തന്നെ പോയി വോട്ട് ചെയ്തത് എന്നൊക്കെ ഇനി പറയാൻ വരും. ഇതൊക്കെ ആരുടെ പോയി പറയുന്നേ? അല്പമെങ്കിലും തലയിൽ ബോധമുള്ളവൻ്റെ അടുത്ത് ഇത് പറയാൻ ഒക്കത്തില്ല. തലയിൽ ഉള്ളവൻ ഇത് പപ്പു വിളിച്ച് പറയുന്ന കാര്യമാണ്, ഒന്നുമില്ല എന്ന് പറയും. അതുകൊണ്ടാണല്ലോ അയാളെ മഹാത്മാഗാന്ധിയുടെ കുരങ്ങനെന്ന് വിളിച്ചത്. മഹാത്മാഗാന്ധിയുടെ കുരങ്ങനാവാനെങ്കിലും ഉള്ള യോഗ്യത ഉണ്ടല്ലോ അയാൾക്ക്. ഈ പറയുന്നവർക്ക് അതിൻ്റെ ആ യോഗ്യത ഉണ്ടോ? അത് ഒന്ന് ചിന്തിച്ചാൽ മതി. പിന്നെ രാഹുൽ ഗാന്ധി ആരോപിച്ചേക്കുന്ന ഒരു കാര്യം, അതിന് എന്താ തെളിവുണ്ടെന്നുള്ളതിന് എനിക്കറിയില്ല. 3.5 ലക്ഷം വോട്ടേഴ്സിനെ ആ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കി. അത് മുഴുവൻ കോൺഗ്രസ്സുകാരുടെ വോട്ടുകളായിരുന്നു എന്ന് അത് ആരോപണമാണ്. ഒരേ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, ഒറ്റ ഫോട്ടോ ഉപയോഗിച്ച് 223 തവണ വോട്ട് ചെയ്തിട്ടുണ്ട്, ഒറ്റ ഫോട്ടോ. അപ്പോൾ ഇതെല്ലാം അഴിമതിയല്ലേ? ഇത് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടല്ലോ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ആ മുഖത്തോട്ട് നോക്കാനേ പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സ്പോക്സ്മാനായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയാൾ പറയുന്നത് കേട്ടു, എന്താണെന്നറിയോ, അത് ഇതെല്ലാം കള്ളമാണ് മുഴുവൻ. രാഹുൽ ഗാന്ധി പറഞ്ഞേക്കുന്നത് മുഴുവൻ നിഷേധിച്ചു. എളുപ്പമുണ്ട്, നിഷേധിച്ചാൽ മതി. അയാൾ ഉത്തരം പറയണം ഇതിന്, അത് അയാൾ പറയുന്നില്ലല്ലോ. എന്നിട്ടൊരു ന്യായം കൂടെ പറഞ്ഞു. അങ്ങനെ വോട്ടുകൾ ഇരട്ടിപ്പ് വന്നാൽ അത് 2 പാർട്ടിക്കും ഒരുപോലെ ഗുണമല്ലേ എന്ന്. ഇത് പറയുന്നവനെയാണ്, ഈ തലയിൽ ഓളമില്ലാത്ത ഒരുത്തനെയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷനായിട്ട് ഇയാളെ തന്നെ വെക്കണം. എന്നിട്ട് അയാൾ എന്ത് കാണിച്ചാലും ഉണ്ടല്ലോ അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ ഒക്കത്തില്ല. കാരണം നിയമം അതേപോലെ ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഇതാണ് സംഭവം. അത് നമ്മുടെ കോവിഡ് കാലത്ത് എടുത്തു വെച്ച് നല്ല അന്തസ്സായിട്ട് റെഡിയാക്കിയെടുത്ത് അങ്ങ് ശരിയാക്കിയിട്ടുണ്ട്. ഒന്നും പറയാൻ നോക്കാതെ അയാൾക്ക് ടോട്ടൽ ഇമ്മ്യൂണിറ്റിയാണ്. നമ്മുടെ ഭരണഘടന ഇമ്മ്യൂണിറ്റി കൊടുത്തേക്കുന്ന കുറേ ആളുകളുണ്ട്. പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, ലോക്സഭാ സ്പീക്കർ, അതേപോലെ അംബാസഡേഴ്സ്, ഇവർക്കൊക്കെ ഇമ്മ്യൂണിറ്റി ഉണ്ട്. പ്രധാനമന്ത്രിക്ക് പോലും ഇമ്മ്യൂണിറ്റി ഇല്ല. പക്ഷേ ഇന്ത്യയിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ആൾക്ക് ഇമ്മ്യൂണിറ്റി കൊടുത്തേക്കുക. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇയാൾക്കെതിരെ ഒരുപാട് കേസ് വരുമെന്നറിയാം. ഇത്രയും കള്ളത്തരം ഇവരുന്ന് കാണിക്കല്ലേ. അപ്പോൾ അയാളെ അതിൽ നിന്ന് ഊരിപ്പറിച്ച് വിടണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇമ്മ്യൂണിറ്റി കൊടുക്കണമല്ലോ. അയാളുടെ പേര് കേസൊന്നും കൂടെ നോക്കിയല്ല, നോ കോർട്ട് ഷാൽ എന്നാണ്. ഒരു കോടതിക്കും അയാളുടെ പേര് നടപടി എടുക്കാൻ ഒക്കത്തില്ല. ആ രീതിയിൽ ഇയാൾക്ക് ഇമ്മ്യൂണിറ്റിയും കൊടുത്ത് കൊണ്ടുവന്ന് ഇരുത്തിയേക്കാണ്. എന്തിന്? BJP ഇലക്ഷന് ജയിപ്പിക്കാൻ. അതാണ് അയാളുടെ ദൗത്യം. അതാണ് കാരണം. ഇപ്പോൾ ഇത് വിളിച്ചു പറഞ്ഞാൽ, ആരെങ്കിലും പറഞ്ഞു പോയാൽ അവർ പപ്പുവും അതുപോലെ ടക്കും അക്കും ഒക്കെ ആയിട്ട് മാറും. ഇനി ബീഹാറിലൊക്കെ ചെയ്തു വച്ചേക്കുന്ന പണികളെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ബീഹാറിലൊക്കെ ഒരു വികലാംഗനെ പോലും അയാളെ പ്രദർശിപ്പിച്ചു, അയാൾക്ക് വോട്ടില്ല, കൊണ്ടുവന്നിട്ട് അയാൾ തർക്കം കൊടുത്തു, അപ്പീലൊക്കെ കൊടുത്തിട്ടും അയാളെ വോട്ടർ പട്ടിക വന്നിട്ടില്ല, അയാളും അയാളുടെ കുടുംബവും. ഈ രീതിയിൽ ഒരുപാട് പേരെ അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെയാണ് ഈ ഒഴിവാക്കുന്നതിൽ ഭൂരിഭാഗവും അവരാണ്. അതിൻ്റെ കാരണം അറിയാമല്ലോ. അതായത് ആ രീതിയിലുള്ള കാഴ്ചപ്പാടാണ് നമുക്ക് ഇന്ന് ഇലക്ഷൻ ഉള്ളത്. ഇത് ഇലക്ഷൻ എന്ന് പറയുന്ന ജനാധിപത്യം പുലരണമെങ്കിൽ ഇലക്ഷനിലൂടെ അല്ല പുലരുള്ളൂ. പക്ഷേ ഇതാണോ ജനാധിപത്യം? എല്ലാവരും അല്പമെങ്കിലും ബോധമുള്ളവർ ചിന്തിക്കണം. ഞാനിത് പറയുമ്പോൾ ഒരുപാട് പേര് ക്രിറ്റിസിസമായിട്ട് വരും. എനിക്ക് ഈ കോൺഗ്രസിൻ്റെ സീറ്റ് തരപ്പെടുത്താൻ പറയാമെന്ന് പറയും.
സീറ്റൊക്കെ വല്ലവരും കൊണ്ടുപോട്ടെ, ഈ പറയുന്നവന്മാർ കൊണ്ടുപോകട്ടെ, എനിക്ക് സീറ്റൊന്നും വേണ്ട ഒരുത്തൻ്റെ. ഞാനൊരു ഇലക്ഷനും മത്സരിക്കാനും ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് സൗകര്യപ്പെടുകയല്ല അതിന്. ഇത് പറയുന്നവന് ധൈര്യം ഇരുന്നങ്ങ് വിളിച്ചു പറയാമല്ലോ, പറഞ്ഞോട്ടെ, എനിക്കത് ഒരു വെറും പുല്ലാണ് ആ വിളിച്ചു പറയുന്നത്. പിന്നെ ഇതിന് പറയുന്നവന്മാരെങ്കിലും ഒന്ന് ചിന്തിക്കണം, നമുക്ക് വേണ്ടത് ഇതാണോ, ഇതാണ് ഇത്തരത്തിലുള്ള ജനാധിപത്യമാണോ നമുക്ക് വേണ്ടത് എന്ന് ചിന്തിക്കണം. ജനങ്ങളുടെ ഇച്ഛയല്ലേ ജനാധിപത്യത്തിലൂടെ പുറത്തേക്ക് വരേണ്ടത്, അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ തോന്നിവാസമാണോ ഇലക്ഷനിലൂടെ പുറത്തേക്ക് വരേണ്ടത്? അതാണോ ജനാധിപത്യം? വിവരമുള്ളവരുടെ ഭൂരിപക്ഷമാണ് ജനാധിപത്യം ഒന്നൊന്ന് തിരിച്ചറിയണം. പക്ഷേ അത് നമ്മുടെ ഈ ജനങ്ങളാരും അറിയുന്നില്ല. ഇതുപോലെ നപുംസകങ്ങളായിട്ടുള്ള ആളുകളുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ ആർക്കും പിടിച്ചു പറ്റാം, എന്ത് കള്ളത്തരവും പറയാം, കാണിക്കാം, എന്നിട്ട് പറയും, അത് വിളിച്ചു പറഞ്ഞാൽ അത് പറയും പപ്പു പറയുന്നതാണെന്ന്. ഇത് പപ്പു ഒന്നുമല്ല, രാഹുൽ ഗാന്ധി അന്തസ്സായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അത് അയാളോടൊപ്പം ഒരുപാട് ആളുകളുണ്ട് താനും ഇപ്പോൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. ആ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാൻ ഇയാൾ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് സോക്രട്ടീസിനെതിരെ ഇതേപോലൊരു ആരോപണം ഉണ്ടായി. എന്തെന്നറിയോ? സോക്രട്ടീസ് ഏറ്റവും വലിയ ലോകം കണ്ടേക്കുന്ന ഏറ്റവും വലിയ തത്വചിന്തകനായിരുന്നു. അദ്ദേഹം ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നു എന്നും പറഞ്ഞാണ് അദ്ദേഹത്തിനെ വധശിക്ഷയ്ക്ക് വിധിച്ച് ഹെംബ്ലോക്ക് എന്ന് പറയുന്ന വിഷം കൊടുത്ത് അദ്ദേഹത്തിനെ കൊന്നുകളഞ്ഞത് ദാരുണമായിട്ട്. ചരിത്രത്തിലുള്ളതല്ലേ. ഇനി ആ ചരിത്രം ഇവിടെ ആവർത്തിക്കണോ? ഇപ്പോൾ അയാളെ കുരങ്ങനെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നു. ഇനി നിങ്ങൾ എന്തൊക്കെ വിളിക്കും അയാളെ? അയാൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയണം, അല്ലാതെ കുരങ്ങെന്ന് പറഞ്ഞാൽ പോരാ. ആര് പറയുന്നു എന്നുള്ളതല്ല, എന്ത് പറയുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. അതെങ്കിലും മനസ്സിലാക്കണം, കണ്ണ് തുറന്ന് കാണണം.